Hello dear students, welcome back. നമ്മളിന്ന് ബ്രിഡ്ജ് ക്ലാസ്സിലെ വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകണം അല്ലേ. ഓൾറെഡി നമ്മൾ മോഷനെ കുറിച്ച് നമ്മൾ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബേസിക്സ് ആയിട്ടും മോഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും പഠിച്ചു. അത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് +1 തേർഡ് ചാപ്റ്റർ ആയ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, സിമ്പിളായിട്ട്. ഓക്കെ, അത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ വരെ നമുക്ക് എന്ത് ചെയ്യുക, ഹയർ ലെവലിൽ നമുക്ക് പഠിക്കാൻ പറ്റും. നോ ഇഷ്യൂസ് അബൌട്ട് ദാറ്റ്. ഓക്കെ, കണ്ടിരിക്കണം നിങ്ങൾ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്, +1 ചാപ്റ്റർ തന്നെയാണ് വർക്ക് എനർജി പവർ. പിന്നെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പം നിങ്ങൾ അവിടെ +9th പഠിച്ച കാര്യങ്ങളെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കാം. സോ വി ഹാവ് 3 ടോപ്പിക്സ് ഇൻ ദിസ് ചാപ്റ്റർ: വർക്ക്, എനർജി ആൻഡ് പവർ. എന്താണ് മക്കളെ വർക്ക് എന്ന് പറഞ്ഞാൽ? വർക്ക് എന്ന് പറഞ്ഞാല് പ്രവൃത്തി എന്നാണ് മലയാളത്തിൽ പറയാം. എന്താണ്? പ്രവൃത്തി. ഓക്കെ, ഇതാണ് വർക്ക് എന്ന് പറഞ്ഞാല്. എന്താ മക്കളെ എനർജി എന്ന് പറഞ്ഞാല്? എനർജി എന്ന് പറഞ്ഞാൽ എനർജി, ഊർജം അല്ലെ? എന്താണ് എനർജി? ഊർജം. ഓക്കെ, ഊർജം. നെക്സ്റ്റ് എന്താ മക്കളെ പവർ എന്ന് പറഞ്ഞാല്? പവർ എന്ന് പറഞ്ഞാൽ പവർ തന്നെയാണ്. ഓക്കെ, പവർ തന്നെ മലയാളത്തിൽ നമ്മൾ പറയാം. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇനി 1 by 1 ആയിട്ട് ഇവര് ഓരോരുത്തരും എന്താന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് ആരെ കുറിച്ചാണ്? നിങ്ങൾക്ക് പ്രവൃത്തിയെ കുറിച്ചാണ്. വാട്ട് ഈസ് പ്രവൃത്തി? ഇതിന്റെ ഇംഗ്ലീഷ്, ഇനി ഇംഗ്ലീഷ് ഞാൻ പറയുള്ളൂ, വർക്ക്. ഓക്കെ, എന്താണ് വർക്ക്? ഓക്കെ, സിമ്പിൾ ആയിട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വർക്ക് എന്ന് പറഞ്ഞാൽ ആരാണ് വർക്ക് ചെയ്യുക, ആരാ പ്രവൃത്തി ചെയ്യുക? വർക്ക് ചെയ്യുന്ന ആള് ഫോഴ്സ് ആണ്. ഫോഴ്സിനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കൊരു ഫോഴ്സ് വർക്ക് ചെയ്തു എന്ന് പറയാം. ഒരു ഫോഴ്സ് വർക്ക് ചെയ്തു എന്ന് പറയാം. എപ്പം? ആ ഫോഴ്സ് കൊണ്ട് ഒരു ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ. ഓക്കെ, എന്താ പറഞ്ഞത്? ഒരു ഫോഴ്സ് വർക്ക് ചെയ്തു എന്ന് പറയാം. എപ്പം? ആ ഫോഴ്സ് കൊണ്ട് ഒരു ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകണം. ആ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടേക്കൊക്കെ ആകാം? അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാവാം ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിലോ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാവാം. അപ്പോൾ ഒരു ബോഡിയിൽ നിങ്ങൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സ് വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ അവിടെ ആ ബോഡിക്ക് ആ ഫോഴ്സ് കൊടുത്ത അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നുണ്ടാവണം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് അവിടെ വർക്ക് ചെയ്തു ആ ഫോഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം എപ്പോഴും വർക്ക് ചെയ്യൽ ഫോഴ്സ് ആണ്. ഓക്കെ, വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ബൈ എ ഫോഴ്സ്. എന്താ അങ്ങനെ പറഞ്ഞാല്? വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ, പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. ഓക്കെ, എങ്ങനെ? ആര്? ബൈ എ ഫോഴ്സ്. ഒരു ഫോഴ്സ് പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. ഇഫ് എപ്പോ? എങ്കിൽ. എപ്പോ? എന്താണ് കണ്ടീഷൻ? എന്താണ്? ഇഫ് ഇറ്റ് ഡിസ്പ്ലേസസ്. ഓക്കെ, അത് ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അതിന് സ്ഥാനാന്തരം ഉണ്ടാകുന്നു. ആ ഫോഴ്സ് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്നു. ഓക്കെ, അലോങ് ഓർ എഗെയിൻസ്റ്റ് ഇറ്റ്സ് ഡയറക്ഷൻ. ആ ഫോഴ്സിന് അലോങ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടോ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സ് വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റും. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പൊ എന്താണ് വർക്ക് എന്ന് പറഞ്ഞാല്? വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ബൈ എ ഫോഴ്സ്. ഒരു ഫോഴ്സ് വർക്ക് ചെയ്തു എന്ന് പറയാം. എപ്പം? ഇഫ് ഇറ്റ് ഡിസ്പ്ലേസസ് എ ബോഡി അലോങ് ഓർ എഗെയിൻസ്റ്റ് ഇറ്റ്സ് ഡയറക്ഷൻ. ഫോഴ്സിന്റെ ദിശയ്ക്ക് അലോങ് ആയിട്ട് അതേ ദിശയിലേക്ക് അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ദിശയിലേക്ക് ഒരു ബോഡിയെ ഡിസ്പ്ലേസ് ചെയ്യിക്കുകയാണെങ്കിൽ, ആ ഫോഴ്സ് ഡിസ്പ്ലേസ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്തു എന്ന് പറയാൻ പറ്റും? ഒരു ഫോഴ്സ് ചെയ്തു എന്ന് പറയാൻ പറ്റും. All of you clear? ഓക്കെ, അപ്പൊ മക്കളോട് ശ്രദ്ധിക്കുക. എന്റെ കയ്യിൽ ഇതാ ഒരു ബോഡി ഉണ്ട്. ഇതൊരു ബോഡിയാണ്. ഓക്കെ, ഈ ഒരു ബോഡി ഞാൻ ഡിസ്പ്ലേസ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഈ ഒരു ബോഡി ഞാൻ ഇതാ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബോഡി എന്ത് ചെയ്തു? ഈ ബോഡി ഇവിടെ എത്തി. ഓക്കെ അല്ലേ? അവിടേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പൊ ഇത്രയുമാണ് ഈ ബോഡിക്ക് ഉണ്ടായ എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. യു ഗോട്ട് ഇറ്റ്? ഈ ബോഡി ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു ഈ ഫോഴ്സ് കൊണ്ട്. അപ്പൊ എസ് ആണ് ഇവിടെ നടന്ന എന്ത്? ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടുത്തെ വർക്ക് ഡൺ W is equal to F into S ആയിരിക്കും. ഇത് നിങ്ങൾ പഠിച്ച കാര്യമാണ്, ശരിയല്ലേ? ഇതിൽ നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ കണ്ടന്റ് നമുക്ക് പഠിക്കാനുള്ളത് +1 ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പൊ തൽക്കാലത്ത് പഠിച്ചു നോക്കുക. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? F into S ആണ്. റെഡി അല്ലേ? അപ്പൊ ഫോഴ്സ്
ഞാൻ ആ ഭാഗത്തേക്ക് കൊടുത്തു, അപ്പൊ ആ ബോഡി ആ ഭാഗത്തേക്ക് തന്നെ മൂവ് ചെയ്തു. അപ്പം ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും എന്താണ്, സെയിം ആയതുകൊണ്ട് ഓക്കെ ഇവിടെ ഫോഴ്സ് വർക്ക് എഫ് ഇൻറ്റു എസ് എന്നായി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ വർക്കിനെ മൂന്നാക്കി തിരിക്കാം. ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ, ഈ വർക്കിനെ ഇവിടെ നമുക്ക് മൂന്നാക്കി തിരിക്കാം. അതിൽ ഒന്നാണ് പോസിറ്റീവ് വർക്ക്. ഓക്കെ, പോസിറ്റീവ് വർക്ക്. എന്താണ് പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാല്, ഒരു ബോഡിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ആ ബോഡിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലേക്കാണെങ്കിൽ ഓക്കെ then the work done is known as positive work. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലേക്കാണെങ്കിൽ അവിടെയുള്ള വർക്ക് എന്ത് വർക്കാണ്? പോസിറ്റീവ് വർക്കാണ്. മക്കളെ നെക്സ്റ്റ് രണ്ടാമത്തെ കാര്യം ഓക്കെ നെഗറ്റീവ് വർക്കാണ്. നെഗറ്റീവ് വർക്ക് എന്താ മക്കളെ? നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാല്, നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് ഇങ്ങനെ കൊടുത്തു, അപ്പൊ ആ ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ആ ഫോഴ്സിന് ഓപ്പോസിറ്റിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് വർക്കാന്ന് പറയാൻ പറ്റും. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, നിങ്ങൾ ആ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഡെഫിനേഷൻ ഒക്കെ നമുക്ക് +1 ടോപ്പിക് ഇതൊക്കെ +1 പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ആ സമയത്ത് നമുക്ക് പഠിക്കാം. കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. റെഡി? പോസിറ്റീവ് വർക്ക് പറഞ്ഞു, നെഗറ്റീവ് വർക്ക് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് സീറോ വർക്കാണ്. എന്താണ്? സീറോ വർക്ക്. എന്താ മക്കളെ സീറോ വർക്ക് എന്ന് പറഞ്ഞാല്? സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് സീറോ ആണ്. എപ്പോ? അത് എപ്പോഴാ സംഭവിക്കുക നിങ്ങൾക്ക്? അത് സംഭവിക്കല് ഒരു ബോഡിയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങനെ, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ. അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെങ്കിൽ then the work done is known as zero work. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റിലാണെങ്കിൽ then the work is known as negative work. ഇനി ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ എന്ത് വർക്കാണ്? അത് പോസിറ്റീവ് വർക്കാണ്. ഐ ഹോപ്പ് യു ഗോട്ട് ദിസ്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് വർക്ക് പഠിച്ചു, നെഗറ്റീവ് വർക്ക് പഠിച്ചു, സീറോ വർക്ക് പഠിച്ചു. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. പോസിറ്റീവ് വർക്കിന് എക്സാമ്പിൾ മക്കളെ, പോസിറ്റീവ് വർക്കിന് എക്സാമ്പിൾ എന്താ? നിങ്ങൾ ഒരു ചെയർ പുഷ് ചെയ്യുക, അപ്പൊ ചെയർ എന്ത് ചെയ്യും? നിങ്ങൾ പുഷ് ചെയ്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അപ്പൊ നിങ്ങൾ അവിടെ ചെയ്ത, നിങ്ങൾ ആ പുഷിംഗ് ഫോഴ്സ് അവിടെ ചെയ്ത വർക്ക് എന്താണ്? പോസിറ്റീവ് വർക്ക്, നോ ഡൗട്ട്. ഇനി നമുക്ക് നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മക്കളെ ശരിക്കും ശ്രദ്ധിക്കാം. നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾ ആണ്, ശ്രദ്ധിക്കണേ. ഞാൻ ഒരു ബക്കറ്റില് ഫുള്ള് വെള്ളമാക്കിയിട്ട് ആ ബക്കറ്റ് ഓക്കെ ഞാൻ നേരെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തു. ആ ബക്കറ്റ് ഞാൻ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ അവിടെ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട് ആ ബക്കറ്റിൽ. ശ്രദ്ധിക്കണേ, രണ്ട് ഫോഴ്സുകൾ. ഒന്ന് ആ ബക്കറ്റിന്റെ വെയിറ്റ്. ശരിയല്ലേ മക്കളെ? ഞാൻ ഒരു ബക്കറ്റ് ഞാനിതാ ശ്രദ്ധിക്കാം. എന്റെ കയ്യിൽ ഒരു ബക്കറ്റ് ഉണ്ട്. ഈ ഒരു ബക്കറ്റിൽ വെള്ളം എന്തോ ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഇവിടെ പിടിച്ചിട്ട് ഞാൻ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ബക്കറ്റിലേക്ക് ഒരു ഫോഴ്സ് മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഈ ബക്കറ്റിന്റെ വെയിറ്റ് ഓക്കെ ഈ ബക്കറ്റിന്റെ വെയിറ്റ് താഴേക്ക് ഉണ്ടാവൂലേ? വെയിറ്റ്, യു ഗോട്ട് ഇറ്റ്? ഓക്കെ, വെയിറ്റ് mg എന്നാ പറയാ. ആറ് നിൽക്കട്ടെ, വെയിറ്റ് താഴേക്ക് ഉണ്ടാവും. അപ്പൊ ഈ ബക്കറ്റിന്റെ വെയിറ്റ് താഴേക്കും ഉണ്ട്, നമ്മൾ കൊടുത്ത ഫോഴ്സ് മുകളിലേക്കുണ്ട്. ഈ ബക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. ബക്കറ്റ് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഈ ബക്കറ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കല്ലേ? ആണ്. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കാം മക്കളെ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഓക്കെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇവിടെ ചെയ്യുന്ന വർക്ക് എന്ത് വർക്കാന്ന് ചോദിക്കുന്നു. അത് എന്ത് വർക്കാ? അത് പോസിറ്റീവ് വർക്കാ. എന്താ കാരണം? നമ്മൾ കൊടുത്ത ഫോഴ്സ് മുകളിലേക്കാ, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാ. അതുകൊണ്ട് നമ്മൾ ചെയ്ത വർക്ക് എന്താണ്? നമ്മൾ കൊടുത്ത ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്? പോസിറ്റീവ് വർക്കാ. നേരെ മറിച്ച് ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദിസ് വെയിറ്റ്? ഈ വെയിറ്റ് അല്ലെങ്കിൽ ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താ? ഈ ബോഡിയുടെ വെയിറ്റ് അല്ലെങ്കിൽ ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് വർക്കാണ്. കാരണം എന്താ? ഈ ഒരു ഫോഴ്സ് ഈ ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന, അതായത് ഈ ഒരു വെയിറ്റ് ഈ ബോഡിയിൽ എങ്ങോട്ടേക്കാണ് എക്സേർട്ട് ചെയ്യുന്നത്? താഴേക്കാണ്. അപ്പോൾ ഫോഴ്സ് താഴേക്ക്. പക്ഷെ ഈ ബക്കറ്റ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? മുകളിലേക്കാണ്. അതുകൊണ്ട് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഇവിടെ ഇത് ചെയ്യുന്ന വർക്ക്, ഈ വെയിറ്റ്, ഈ താഴേക്കുള്ള വെയിറ്റ് ചെയ്യുന്ന വർക്ക് ഇവിടെ എന്താണ്? നെഗറ്റീവ് വർക്കാണ്. ഐ ഹോപ്പ് യു ഗോട്ട് ദിസ്. യു ഗോട്ട് ഇറ്റ്?
ഓക്കെ, ഇനി ഇതേപോലെ മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെ കാണിച്ചു തരാം മക്കളെ. വേറൊരു എക്സാമ്പിൾ കാണിച്ചു. അപ്പൊ ഇവിടെ നെഗറ്റീവ് വർക്ക് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ട്. ഒരു ബോഡി മുകളിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെയിറ്റ് ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് വർക്ക് ആയിരിക്കും. ഇനി മക്കളെ വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്റെ കയ്യിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഈ ബ്ലോക്ക് ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫ്ലോറിൽ ഇങ്ങനെ വെച്ചതാണ്. ഓക്കെ, ഒരു ഫ്ലോറിൽ ഇങ്ങനെ വെച്ചു. ശ്രദ്ധിക്കാം, ഒരു ഫ്ലോറിൽ ഞാൻ ഈ വെയിറ്റ് ഇങ്ങനെ വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ബോഡി ഞാൻ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബ്ലോക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്യും. ശരിയല്ലേ? ഈ ബ്ലോക്ക് ഇങ്ങനെ റൈറ്റിലേക്ക് എന്ത് ചെയ്തു, മൂവ് ചെയ്യുന്നു വിചാരിക്കും. ഓക്കെ, ഈ ബ്ലോക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ബ്ലോക്ക് ഇങ്ങനെ റൈറ്റിലേക്ക് ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്. റെഡി? ഓക്കെ, മൂവ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടുന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ ബോഡി ഇങ്ങനെ എന്ത് ചെയ്യും, റൈറ്റിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. ശരിയല്ലേ? അപ്പൊ ഈ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് മക്കളെ, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലെ? ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അങ്ങോട്ടേക്ക്, ഈ ബ്ലോക്കിനുള്ള ഡിസ്പ്ലേസ്മെന്റും റൈറ്റിലേക്ക് ആ ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ ചെയ്യുന്ന വർക്ക് ഇവിടെ എന്താ, പോസിറ്റീവ് വർക്ക്. ഒരു സംശയമില്ലല്ലോ, ഇല്ല. എന്നാൽ മക്കളെ, ഞാൻ ഈ ബോഡി റൈറ്റിലേക്ക് ഇങ്ങനെ തള്ളുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിക്കാണ്ടോ, റൈറ്റിലേക്ക് തള്ളുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാല്, ഈ ബോഡി റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ആ സമയത്ത് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യും. ഫ്രിക്ഷൻ ഉണ്ടാവും, ഘർഷണം എന്നൊക്കെ പറയും. ഓക്കെ, ഫ്രിക്ഷന് എങ്ങോട്ടേക്ക് എക്സേർട്ട് ചെയ്യുന്ന അറിയാം മക്കളെ, ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റിലേക്ക് ഫ്രിക്ഷൻ ഉണ്ടാവും. ആരുണ്ടാവും? ഫ്രിക്ഷൻ. അത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയും. ആ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് ആണെന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം മക്കളെ, ഈ ബോഡിയിൽ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് അങ്ങോട്ടേക്ക്, ഈ ബോഡിക്കുള്ള ഡിസ്പ്ലേസ്മെന്റും അങ്ങോട്ടേക്ക്. അപ്പൊ ഞാൻ ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് വർക്ക്. എന്നാൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് അല്ലേ? കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങോട്ടേക്കും ഈ ബോഡി ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടേക്കും അല്ലേ? യു ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പൊ ഇത് നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഐ ഹോപ്പ് യു ഗോട്ട് ദിസ്. ക്ലിയർ? ഓക്കെ, ഇനി മക്കളെ, വേറൊരു കേസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കാം, വേറൊരു കേസ് ഇവിടെ നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെയാണിത്. ശ്രദ്ധിക്കട്ടോ, ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഈ ഒരു എക്സാമ്പിൾ, ഞാൻ ഈ ഒരു ബോഡിനെ നേരെ ഇങ്ങനെ പൊക്കല്ലേ, മുകളിലേക്ക് പിന്നെ പൊക്കി ഇങ്ങനെ കൊണ്ടുപോകല്ലായിരുന്നു. ഓക്കെ, ഈ ഒരു ബക്കറ്റില് പിന്നെ എന്താ പറയാ, ഫുൾ ഓഫ് വാട്ടർ ആണെന്ന് വിചാരിക്കരുത്, ഫുള്ള് വെള്ളമുണ്ട്. ഈ ഒരു ബക്കറ്റ് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഓക്കെ, ഈ ബക്കറ്റ് ഞാൻ കൈ പിടിച്ചിട്ട് കൊണ്ടുപോവാണ്. പക്ഷെ ഈ ബക്കറ്റ് ഞാൻ കൈ പിടിക്കുക, ഒരു ബക്കറ്റിൽ വെള്ളം നമ്മൾ പൊക്കിയിട്ടേ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ, ലൈക്ക് ദിസ്. അപ്പൊ ഈ ബക്കറ്റ് പൊക്കി പിടിക്കുക തന്നെ വേണം. അപ്പൊ ഈ ബക്കറ്റ് ഇങ്ങനെ പൊങ്ങിയോട് നിൽക്കണമെങ്കിൽ ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യണം, മുകളിലേക്ക് അപ്ലൈ ചെയ്യണം, നല്ല ബക്കറ്റ് പൊങ്ങിക്കുള്ളൂ. അപ്പം ബക്കറ്റിൽ ഫുള്ള് വാട്ടർ ഉണ്ട്, അത് പൊക്കണമെങ്കിൽ മുകളിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യണം, എന്നിട്ട് ഇങ്ങനെ നടക്കണം. ഓക്കെ, നടക്കാൻ നിങ്ങൾ വേറെ ബക്കറ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ബക്കറ്റിനെ പൊക്കാനുള്ള ഫോഴ്സ് മാത്രം മതി. ഓക്കെ, അങ്ങനെ ബക്കറ്റ് ഞാൻ വെള്ളമുള്ള ബക്കറ്റ് ഞാൻ നേരെ മുകളിലേക്ക് പൊക്കി ഞാൻ പിടിച്ചിട്ട് ഞാൻ അങ്ങനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യാണ്. ഞാൻ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ബക്കറ്റിനെ ഞാൻ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുമ്പോൾ ഓക്കെ, ബക്കറ്റിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടേക്കല്ലേ വരിക? യു ഗോട്ട് ഇറ്റ്? ഈ ബക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങോട്ടേക്കാ ഉണ്ടാവല്ലേ? ഈ ബക്കറ്റിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടേക്കല്ലേ ഉണ്ടാ? ബക്കറ്റ് ഇങ്ങനെ ഇങ്ങോട്ടേക്കല്ലേ മൂവ് ചെയ്യുന്നത്? ആണ്. ആ ബക്കറ്റിന് മൂവ്മെന്റ് എങ്ങോട്ടേക്കാ മക്കൾ ഉണ്ടായത്? ബക്കറ്റിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടേക്കല്ലേ? ഓക്കെ, ബക്കറ്റിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടേക്കല്ലേ? അപ്പൊ ബക്കറ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടേക്കല്ലേ? ആണ്. ഫോഴ്സ് മുകളിലേക്കല്ലേ? ആണ്. ഡിസ്പ്ലേസ്മെന്റ് റൈറ്റിലേക്കും അല്ലേ? ആണ്. അപ്പൊ എന്താ? അപ്പൊ ഇവിടെ എന്ത് വർക്കാ? ഫോഴ്സ് മുകളിലേക്ക്. നമ്മൾ ചെയ്യുന്ന വർക്ക് ഇവിടെ 0 വർക്ക് ആവും. കാരണം എന്താ? ഫോഴ്സ് മുകളിലേക്ക്, ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടേക്ക്. സോ ഹിയർ വർക്ക് ഡൺ ഈസ് 0 വർക്ക്. അപ്പൊ ഒരു ബക്കറ്റിൽ ഫുള്ള് വെള്ളമായിട്ട് നമ്മൾ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുകയാണെങ്കിൽ then work done will be 0. I hope you got this. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വർക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? വർക്കിനെ കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മക്കളെ, എനർജിനെ കുറിച്ച്. ആരെ കുറിച്ചാണ്? വർക്ക് കഴിഞ്ഞു, നമുക്ക് എനർജിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് എനർജി നോക്കാം.
ശ്രദ്ധിക്കാം. എന്താണ് മക്കളെ എനർജി എന്ന് പറഞ്ഞാല്? എനർജി, വാട്ട് ഈസ് എനർജി? എനർജി എന്ന് പറഞ്ഞാല് വർക്ക് ചെയ്യാനുള്ള കഴിവാണെന്ത്? എനർജി. ഇറ്റ് ഈസ് എ എബിലിറ്റി ഓർ കപ്പാസിറ്റി ടു ഡു വർക്ക്, ദാറ്റ് ഈസ് നോൺ ആസ് എനർജി. അപ്പൊ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണെന്ത്? എനർജി. ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ഓർ ability to do work, that is known as energy. A lot of types of energies are there. ഒരുപാട് ടൈപ്പ് എനർജികളുണ്ട്. among them അതിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഇവിടെ പഠിക്കാനുള്ളത് മെക്കാനിക്കൽ എനർജിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. എന്തിനെ കുറിച്ചാണ്? മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി പറഞ്ഞാൽ യാന്ത്രികോർജ്ജം. ഓക്കെ, മെക്കാനിക്കൽ എനർജി ഈസ് ഓഫ് 2 ടൈപ്സ്. അതിൽ ഒന്നാണ് മക്കളെ എന്ത് അറിയോ? അതിൽ ഒന്നാണ് പൊട്ടൻഷ്യൽ എനർജി. എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് ഒരു എനർജി. രണ്ടാമത്തെ എനർജിയാണ് മക്കളെ കൈനറ്റിക് എനർജി. ഓക്കെ, എന്താ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാല്? സ്ഥിതികോർജം എന്ന് മലയാളത്തിൽ പറയും. എന്താ പറയാ? സ്ഥിതികോർജം. ഓക്കെ അല്ലേ? സ്ഥിതികോർജം. എന്താ മക്കളെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാല്? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാല് ഗതികോർജം. എന്താണ്? ഗതികോർജം. ഓക്കെ, ഇതാണ് എന്തെന്ന് പറഞ്ഞാല് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ. അപ്പൊ സ്ഥിതികോർജവും ഗതികോർജവും. ഓക്കെ ഓക്കെ. എന്താ മക്കളെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാല്? ഞാൻ PE വെച്ചേട്ടാ കേട്ടോ. PE ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PE കുറിച്ചാണ്. എന്താ മക്കളെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാല്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എനർജി, okay, possessed by a body due to its position or state of strain. Okay, അതായത് ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ തൽക്കാലം ബേസിക് ലെവലിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എനർജി പോസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ട് അതിനുണ്ടാകുന്ന എനർജിയാണെന്ത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാല്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ 9th പിന്നെ ഈ സ്ട്രെയിനിന്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ കൂടി അതാണ് നമുക്ക് +1 പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഫുള്ളി തന്നെ പഠിപ്പിച്ചു. അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എനർജി പോസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ട് അല്ലെങ്കിൽ സ്ട്രെയിൻ എന്ന അവസ്ഥ കൊണ്ട് ഒരു വസ്തുവിനുണ്ടാകുന്ന എനർജിയാണെന്ത്? പൊട്ടൻഷ്യൽ എനർജി. മക്കളെ, ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ട് എന്ന് പറയുമ്പോൾ ഒരു വസ്തു നിങ്ങൾ ഹൈറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുക. അപ്പം എർത്ത്, ഇവിടെ ഭൂമി അല്ലെ, ഭൂമിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറയും. അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് ഉള്ള ഈ സ്പേസ് ഒക്കെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആണ്. അപ്പോൾ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വസ്തുവിന് എന്തുണ്ടാവും? അതിന്റെ സ്ഥാനം കൊണ്ട് ഒരു എനർജി ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു പെന്നിന് ഇപ്പൊ എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കാരണം അതൊരു ഹൈറ്റിലുള്ളത് അല്ലെ. ഇതിനെന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇതിന് നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെച്ചാലും ഈ ബോഡിക്ക് എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഓക്കെ, എനിവേ ഒരു വസ്തുവിന്റെ സ്ഥാനം ഇപ്പൊ ഇവിടെ വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി കുറവാ. കുറച്ച് ഹൈറ്റ് കൊണ്ടായാൽ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? കൂടും നമ്മൾ പറയും. പഠിച്ചില്ലേ? ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം കൊണ്ടുണ്ടാകുന്ന എനർജിയാണെന്ത്? പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ? ഇനി അല്ലെങ്കിൽ മറ്റൊരു കാര്യമുണ്ട്, സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. ഓക്കെ, അതായത് ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിൻഡ് അവസ്ഥയിലാണെങ്കിലും അതിൽ എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞാല് ഒരു ബോ ആൻഡ് ആരോ. മക്കളെ, ഒരു ബോ ആൻഡ് ആരോന്റെ കേസിൽ ഒരു അമ്പും വില്ലും നിങ്ങൾക്ക് അറിയാലോ. ഒരു അമ്പും വില്ലും നമ്മളിതാ ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ നമ്മള് ഒരു ബോ ആൻഡ് ആരോയില് ഒരു ആരോ വെക്കുന്നു, ലൈക്ക് ദിസ്. ഇങ്ങനെ വെക്കുന്നു. റെഡി? ഇങ്ങനെ വെച്ച് നമ്മൾ ഇത് പുഷ് ചെയ്യും. ഈ ഒരു സാധനം നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത്, ഇത് ബാക്കോട്ടേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതിങ്ങനെ ഒന്നിങ്ങനെ വലിഞ്ഞു നിൽക്കും. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ബോ ഇങ്ങനെ ഒന്ന് സ്ട്രെയിൻഡ് ആയി നിൽക്കും. സോ നമ്മൾ ആരോ ഇങ്ങനെ പിന്നെ ഉണ്ടാവുക. ശരിയല്ലേ? റെഡി? പിന്നെന്ത് ചെയ്യും നമ്മൾ? അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു സ്ട്രിങ് വലിഞ്ഞു നിൽക്കുക. കണ്ടല്ലേ? ഈ സ്ട്രിങ് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുകയാണ്. ഈ സ്ട്രിങ് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുമ്പോ ഈ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് കൂടി. ഈ ലെങ്ത് ഇത്രയും ലെങ്ത് ആയി. അപ്പൊ ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് കൂടി കഴിഞ്ഞാൽ സ്ട്രെയിൻ സംഭവിച്ചു എന്നാ പറയാം. അതിന്റെ ആ കോൺഫിഗറേഷൻ മാറിയ സ്ട്രെയിൻ സംഭവിച്ചു എന്നാ പറയാറ്. അതൊക്കെ നമ്മള് ഡീറ്റെയിൽ പഠിക്കാണ്ട്. എനിവേ, അവിടെ സ്ട്രെയിൻ സംഭവിച്ചപ്പോൾ ഇതിലൊരു എനർജി സ്റ്റോർഡ് ആയി, പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, നമ്മൾ അത് വിട്ടാ എന്താ സംഭവിക്കുക?
ഇതങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ സംഭവിക്കുക എന്താ ചോദിച്ചാൽ മക്കളെ, ഇത് വിട്ടാല് സംഭവിക്കുക ഈ ആരോ ഇങ്ങനെ അങ്ങോട്ട് പോകും. ശരിയല്ലേ? അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതിന്റെ കാരണം ഇതാടത്തി ഉണ്ടോ, ഈ സാധനം എന്ത് ചെയ്യും, ഇവിടെ നിന്ന് വിട്ടാല് ഇത് നേരെ അങ്ങ് മൂവ് ചെയ്യും. അവിടെ സംഭവിക്കുന്നത് വെച്ചാല് ഇപ്പം ഈ ഒരു സിസ്റ്റത്തിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ഇതാണ് വിട്ട് കഴിഞ്ഞാൽ സംഭവിക്കുക എന്താ സംഭവിക്കുക, ഇത് മുന്നോട്ടേക്കാട് പോവുകയും ചെയ്യും. ഈ ഒരു സംഭവം പഴയ ഫോമിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അപ്പൊ ഇതിൽ സ്റ്റോർ ചെയ്തിരുന്ന പൊട്ടൻഷ്യൽ എനർജി ഇവിടെ എന്തായിട്ട് മാറി, കൈനറ്റിക് എനർജി ആയി പോയി. യു ഗോട്ട് ഇറ്റ്? അപ്പൊ ഇതിൽ സ്റ്റോർ ചെയ്തിരുന്ന എനർജി ഏതാ? പൊട്ടൻഷ്യൽ എനർജി. സ്ട്രെയിൻ കൊണ്ടാ. ഇനി അതല്ലെങ്കിൽ ഒരു സ്പ്രിങ് വലിച്ചു പിടിക്കപ്പെട്ട സ്പ്രിങ് കംപ്രസ്ഡ് അല്ലെങ്കിൽ വലിച്ചു നീട്ടിയാൽ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന എനർജി ഏതാ? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് എനർജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മക്കളെ? ഏത് എനർജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു? ഓക്കെ, പൊട്ടൻഷ്യൽ ഉണ്ടോ? ഇത് പോകണ്ടല്ലേ നിങ്ങള്? ഓക്കെ, ലൈക്ക് ദിസ്. ഓക്കെ ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, കൈനറ്റിക് എനർജി പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൂവിങ് ഒബ്ജക്റ്റിനുള്ള കൈനറ്റിക് എനർജി. ഓക്കെ, മൂവിങ് ഒബ്ജക്റ്റ് പ്രോസസ് ചെയ്യുന്ന എനർജിയാണ് എന്ത്? കൈനറ്റിക് എനർജി. സോ ഇറ്റ് ഈസ് എ എനർജി പ്രോസസ്ഡ് ബൈ എ മൂവിങ് ഒബ്ജക്റ്റ്. ഒരു മൂവിങ് ഒബ്ജക്റ്റ് പ്രോസസ് ചെയ്യുന്ന എനർജിക്ക് കൈനറ്റിക് എനർജി എന്ന് പറയും. അതായത് മക്കളെ, എന്റെ കയ്യിൽ ഒരു ബോഡി ഉണ്ട്. ഈ ഒരു ബോഡി ഇതാ കണ്ട, ഈ ഒരു ബോഡിന്റെ മാസാണ് m. ഈ ഒരു ബോഡി ഒരു v വെലോസിറ്റിയിൽ എന്ത് ചെയ്യാണ്? ലൈക്ക് ദിസ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഓക്കെ, ഇത് പോകുന്ന വെലോസിറ്റി v ആണ്. സോ ദിസ് ബോഡി പ്രോസസ്സസ് ആൻ എനർജി. ഒരു എനർജി ഈ ബോഡി പ്രോസസ് ചെയ്യുന്നുണ്ട്. ആ ബോഡിയിൽ ഒരു എനർജി ഉണ്ട്. ദാറ്റ് എനർജി ഈസ് നോൺ ആസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഗതികോർജം എന്ന് പറയും. മറ്റേ സ്ഥിതികോർജം ആയിരുന്നു, ഇത് ഗതികോർജാണ്. സോ ഗതികോർജം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ. എന്താണ്? ഹാഫ് ഇൻറ്റു m ഇൻറ്റു v സ്ക്വയർ. ഹാഫ് ഇൻറ്റു ഈ വസ്തുവിന്റെ മാസ് ഇൻറ്റു അതിന്റെ വെലോസിറ്റിന്റെ സ്ക്വയർ ചെയ്ത് നിങ്ങൾക്ക് ഈ ബോഡിയുടെ എന്ത് കിട്ടി? കൈനറ്റിക് എനർജി കിട്ടി. സോ കൈനറ്റിക് എനർജി ഓർ ഗതികോർജം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എനർജി പ്രോസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ. ഓക്കെ അല്ലേ? അപ്പൊ എന്താ പഠിച്ചു? അതിന്റെ ഇക്വേഷനും പഠിച്ചു. ഏത് വർക്ക് ആണെങ്കിലും എനർജി ആണെങ്കിലും അതിന്റെ ഒക്കെ യൂണിറ്റ് ജൂൾ ആയിരിക്കും. എന്താണ്? ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂള്. ഇത് രണ്ടും എന്തിന്റെ ഇതാണ്? യൂണിറ്റ് ആണ്. എനർജിന്റെ അല്ലെങ്കിൽ വർക്കിന്റെ ഒക്കെ സെയിം യൂണിറ്റ് ആണ്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പൊ നമ്മൾ ഏത് പറഞ്ഞു? നമ്മൾ എനർജിനെ കുറിച്ച് അതിന്റെ ബേസിക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് മൂവ് ചെയ്യാനുള്ളത് മക്കളെ എന്താണ് പവർ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കാം. വാട്ട് ഈസ് പവർ? റെഡി? എന്താണ് മക്കളെ പവർ എന്ന് പറഞ്ഞാല്? പവർ എന്ന് പറഞ്ഞാല് ഓക്കെ, ഒരു സെക്കൻഡ്. അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങൾ പഠിച്ചത് തന്നെയാണ്, സോറി. അതായത് ഇവിടെ ഒരു ബോഡി അതിന്റെ ഹൈറ്റ് കൊണ്ട്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബോഡി ഉണ്ട് ഇവിടെ, ഒരു ബോഡി. ഈ ഒരു ബോഡി ഞാൻ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തു, അങ്ങനെ ബോഡി ഇവിടെ എത്തി. ഓക്കെ, h ഹൈറ്റിലാണ്. സോ ഈ h ഹൈറ്റിലുള്ള ഈ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? PE is equal to പൊട്ടൻഷ്യൽ എനർജി is equal to mgh. അതായത് m മാസ് ഉള്ള ഒരു ബോഡി h ഹൈറ്റിലാണുള്ളത് എങ്കിൽ ആ ബോഡിക്ക് ഇപ്പോൾ ഉള്ള എനർജി പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh ആണ്. ഐ ഹോപ്പ് യു ഗോട്ട് ദിസ്. ഇതൊക്കെ ഇങ്ങനെ കിട്ടിയെന്നൊക്കെ ഉള്ളത് നമ്മൾ +1 എത്തുമ്പോൾ പഠിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എനർജിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള മക്കളെ എന്താണ് പവർ എന്നാണ്. ഓക്കെ, എന്താണ് പവർ? ഓക്കെ, ഞാൻ ഈ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ തന്നെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും +1. ഓക്കെ, നൗ വാട്ട് ഈസ് പവർ? പവർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക്. എന്താണ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്നൊക്കെ പറയാറുണ്ട്. റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിലുള്ള നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തി, വർക്ക്. അതാണ് എന്ത്? പവർ എന്ന് പറഞ്ഞാൽ. പവർ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഓർ ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ എ ബോഡി ഇൻ 1 സെക്കൻഡ്. ദാറ്റ് ഈസ് പവർ. മക്കളെ, പവറിന്റെ ഇക്വേഷൻ ആണ് P is equal to W by T. ഓക്കെ, P is equal to W by T. ഇതാണ് പവറിന്റെ
ഇക്വേഷൻ. വർക്ക് W പറഞ്ഞാൽ എന്താ? വർക്ക് ആണ്. ഈ വർക്ക് ഓക്കെ, വർക്ക് പഠിച്ചല്ല നമ്മൾ. ഓക്കെ, ടി എന്താണ്? ടൈം ആണ്. ഓക്കെ, പിന്നെ ഒരാൾ ഇപ്പൊ ഞാന് ഒരു 100 joules ഓഫ് വർക്ക് 100 joules ഓഫ് വർക്ക് ചെയ്തു ഒരു 5 സെക്കൻഡില്. അങ്ങനെയാണെങ്കിൽ എന്റെ പവർ എത്രയാണെന്ന് ചോദിച്ചാൽ, എന്റെ പവർ എന്ന് പറഞ്ഞാൽ പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു 100/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 വാട്ട്സ്. എന്താണ്? 20 വാട്ട്സ്. അപ്പൊ പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ 20 വാട്ട്സ് ആ എന്റെ പവർ. അതായത് എനിക്ക് ഒരു സെക്കൻഡിൽ 20 ജൂൾ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്യാൻ പറ്റുമോ അതാണ് എന്തെന്ന് പറഞ്ഞാല് പവർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വർക്ക് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ എനർജി പഠിച്ചു, പിന്നെ എന്തും പഠിച്ചു, പവറും അതിന്റെ യൂണിറ്റും നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ഇന്ന് നമ്മൾ പഠിച്ച ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയ വർക്ക്, എനർജി ആൻഡ് പവർ, ഈ 3 ആൾക്കാരും സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. അവർക്ക് എന്തില്ല? അവർക്ക് ഡയറക്ഷൻ ഇല്ല, അവർക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. Got it? അപ്പൊ നമ്മള് വർക്ക്, എനർജി, പവർ എന്റെ ബേസിക്സ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്, നമ്മൾ ലോസ് ഓഫ് മോഷൻ പഠിച്ചു, വർക്ക്, എനർജിയും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ +1 ടോപ്പിക്സിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ശേഷം ഈ ചാപ്റ്റർ മീൻസ് ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് ലോസ് ഓഫ് മോഷനിലെയും അതേപോലെ വർക്ക്, എനർജി, പവറിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് അതും കൂടെ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, +1 ടോപ്പിക്സിലേക്ക് കടക്കാം. ഓക്കെ,